നമുക്കിപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റബിലിറ്റി അതറിയണമെങ്കിൽ നമുക്ക് ടേംസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക്, നേരത്തെ നോക്കിയാണ് മാഗ്നറ്റിക് ലൈൻസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ലൈൻസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി അതൊന്ന് എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻ എ മീഡിയം ഈസ് ദി number of lines of force passing normally through unit area അടുത്തത് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്താന്നുള്ളത്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എച്ച്. അടുത്തൊരു ചെറിയ സബ് ഹെഡിങ് ആണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എച്ച്. നമ്മൾ ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യണം. അതിനാണ് നമ്മൾ ഞാനീ പറഞ്ഞ മാഗ്നറ്റൈസിങ് ഫീൽഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയും. ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നേർ അനുപാതത്തിലാണ്. ഓർ യു ക്യാൻ റൈറ്റ് ബി ഈക്വൽ ടു μ0 into H. ഇരിക്കോ. മൂന്ന് മതി. വേർ μ is called permeability, magnetic permeability. Magnetic field is directly proportional to magnetic intensity ബ്രാക്കറ്റിൽ H or B is proportional to H, B equal to mu into H, where mu is called magnetic permeability. Next, intensity of magnetization. Intensity of magnetization എന്ന് പറഞ്ഞാൽ നമ്മളെ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. ക്യാപിറ്റൽ എം ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ക്യാപിറ്റൽ എം എന്ന് റെപ്രസെന്റ് ചെയ്യും. ക്യാപിറ്റൽ എം ഈക്വൽ ടു സ്മോൾ എം ബൈ ക്യാപിറ്റൽ വി. ഒന്ന് എഴുതിക്കോ. Intensity of magnetization is defined as magnetic moments developed per unit volume of the material. That is M equal to small m divided by capital V. Next, magnetic susceptibility. അത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്, നോക്കിയാൽ അറിയാം, മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡ് ബൈ ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതിക്കോ. Magnetic susceptibility of a material is defined as the ratio of intensity of magnetization capital M to the
magnetizing field to the magnetizing field, that is chi equal to m by h. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ മ്യൂ ആൻഡ് കൈ. ഈ മ്യൂവും ഈ കൈയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് അടുത്ത് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന്, എച്ച്. ഈ എച്ച് ഡയറക്ട്ലി പ്രപ്പോസ് ടു കറണ്ട് ആണ്, ഐ ആണ്. അപ്പൊ നമുക്ക് എച്ച് നമുക്ക് കറണ്ട് കൂടുന്നതനുസരിച്ച് ഫീൽഡ് ഇന്റൻസിറ്റിയും കൂടും. അപ്പൊ നമുക്ക് എച്ച് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഐ. അപ്പോൾ വി കാൻ റൈറ്റ് എച്ച് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ബി, ദാറ്റ് ഇസ് പ്രപ്പോസ് ടു മാഗ്നറ്റൈസേഷൻ ആണ്. ഓർ ബി എം ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എം. യു കാൻ റൈറ്റ് അഗെയിൻ മാഗ്നറ്റിക് മൂവ്മെന്റ് എം ഈസ് പ്രപ്പോസ് ടു എച്ച്. എച്ചിന്റെ പ്രപ്പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സോ എം ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച്, കൈ ഈക്വൽ ടു എം ബൈ എച്ച്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് എർത്തിനകത്ത് നമ്മളൊരു സോളിനോയിഡിനെ കൺസിഡർ ചെയ്യണം. എർത്തിനകത്ത് വി ആർ കൺസിഡറിങ് എ ഹ്യൂജ് സോളിനോയിഡ് ഇൻസൈഡ് ദ എർത്ത്. അതിൽ നോർത്ത് പോൾ പോയിന്റ്സ് ജോഗ്രഫിക് സൗത്ത് ആൻഡ് സൗത്ത് പോൾ പോയിന്റിങ് ജോഗ്രഫിക് നോർത്ത്. അങ്ങനെയാണ് ആ സോളിനോയിഡ് ഉള്ളത്. സോ സോളിനോയിഡിലൂടെ നമുക്കറിയാം, പിന്നെ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സോളിനോയിഡ്, ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ബി ഈക്വൽ ടു മ്യൂ 0 ni എന്ന് പഠിച്ചിട്ടുണ്ട്. സോ we write another equation. എർത്തിനകത്തുള്ള സോളിനോയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സോളിനോയിഡിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ബി ഈക്വൽ ടു B0 പ്ലസ് ബി എം എന്ന് എഴുതാം. ഈ B0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ്. ബി എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കോർ മെറ്റീരിയൽ, അതിനകത്തുള്ള കോർ മെറ്റീരിയൽ മൂലം ഉണ്ടാകുന്ന അഡീഷണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി എം എന്ന് പറഞ്ഞാൽ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കോർ മെറ്റീരിയൽ. സോ ബി എം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എച്ച്. ഓർ ബി എമ്മിന് വരെ നമുക്ക് മ്യൂ 0 എന്ന് എഴുതാം. B0 വരെ മ്യൂ 0 എന്ന് എഴുതാം. ബി ഈക്വൽ ടു മ്യൂ 0 ni പ്ലസ് ബി എമ്മിന് പകരം മ്യൂ 0 എം എന്ന് എഴുതാം. ഓക്കെ, മ്യൂ 0 എം. ഇവിടെ ni പകരം നമുക്ക് ഈ എച്ച് എന്ന് എഴുതാം. therefore you can write b equal to മ്യൂ 0 h പ്ലസ് മ്യൂ 0 എം. എമ്മിന് പകരം നമുക്ക് കൈ എച്ച് എന്ന് എഴുതാം. b ഈക്വൽ ടു മ്യൂ 0 h പ്ലസ് കൈ ഇൻറ്റു എച്ച്. മ്യൂ 0 എമ്മിന് പകരം ഈ കൈ ഇൻറ്റു എച്ച്, കൈ ഇൻറ്റു എച്ച് എന്ന് എഴുതി നമുക്കിതിനെ പുറത്തെടുക്കാം. മ്യൂ 0 h പുറത്തെടുക്കാം. ബി ഈക്വൽ ടു മ്യൂ 0 h ഇൻറ്റു 1 പ്ലസ് കൈ. നമുക്ക് 1 പ്ലസ് കൈയിനെ നമുക്ക് മ്യൂ ആർ എന്ന് കൊടുക്കാം. റിലേറ്റീവ് പെർമിയബിലിറ്റി ബി ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ ഇൻറ്റു എച്ച്, വേർ 1 പ്ലസ് കൈ ഈക്വൽ ടു മ്യൂ ആർ. മ്യൂ 0 into മ്യൂ ആർ, that's equal to b, that's equal to മ്യൂ. therefore b equal to മ്യൂ h or മ്യൂ 0 മ്യൂ ആർ equal to മ്യൂ. ഇത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഇത് നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്താണ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇക്വേഷൻ. സോ എർത്തിന്റെ സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് അഡീഷണൽ ആയിട്ടൊരു ആ കോർ മൂലം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്, കോർ മെറ്റീരിയൽ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഞാൻ എഴുതിയത്. അപ്പൊ ഇത് ബി എം
എഴുതിയിട്ടുണ്ട്. എച്ചിന് എമ്മിന് പ്രപ്പോർഷനിലാണ്. സോ ബി എമ്മിന് പകരം മ്യൂ0 എന്ന് കൊടുത്തു. എൻ ഐക്ക് ബി0ക്ക് പകരം മ്യൂ0 എൻ ഐ. എൻ ഐക്ക് പകരം എച്ച് എന്ന് കൊടുത്തു. അഗെയിൻ ദിസ് മ്യൂ0 എമ്മിന് പകരം മ്യൂ0 ഇൻറ്റു കൈ എച്ച്. എമ്മിന് പകരം കൈ ഇൻറ്റു എച്ച്. മ്യൂ0 എച്ച് പുറത്തേക്ക് എടുത്തു. 1 പ്ലസ് കൈ. ഓക്കെ, 1 പ്ലസ് കൈക്ക് പകരം മ്യൂ6, മ്യൂ0 ഇൻറ്റു മ്യൂ6 മ്യൂ. അപ്പൊ അതൊന്ന് എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ ഇതൊന്ന് എഴുതി വെക്കുക. എച്ച് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ. സൈഡിലൊന്ന് എഴുതി വെച്ചാൽ മതി. ബി എം ഈസ് പ്രപ്പോസ് ടു എം. ബി എം ഈക്വൽ ടു മ്യൂ0 എം. എം ഈസ് പ്രപ്പോസ് ടു എച്ച്. നേരത്തെ എഴുതിയാണ്. എം ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച്. ഇനി ബി ഈസ് പ്രപ്പോസ്, ഇതൊക്കെ നേരത്തെ എഴുതിയ കാര്യങ്ങളാണ്. ഇവിടെ വരെ മതി. ഇത്ര മരുന്ന് എഴുതി വെക്കുക. ഇത് എഴുതിക്കോ. Inside the earth we consider a huge solenoid with its north pole pointing south, geographic south, and south pole pointing geographic north. The magnetic field due to solenoid is given by B0 equal to മ്യൂ0 Ni. The total magnetic fields of the solenoid is obtained by B equal to B0 plus Bm, where Bm is the magnetic field due to core material. Since Bm equal to മ്യൂ0 M and B0 equal to മ്യൂ0 Ni, above equation becomes the. Also we know Ni equal to H. Therefore there is a again we know M equal to chi into H. Above equation becomes either the B equal to മ്യൂ0 പുറത്തേക്ക് എഴുതിട്ട് 1 പ്ലസ് കൈ. അറിയില്ല നമ്മൾ നേരത്തെ എഴുതിയിട്ട് കൈ എന്താ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. B equal to മ്യൂ0 മ്യൂ r into H, where 1 plus chi equal to മ്യൂ r. Relative magnetic permeability. We know മ്യൂ0 into മ്യൂ r equal to മ്യൂ. Magnetic permeability. Therefore B equal to മ്യൂ into H.